ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂല് കൊടുക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചില സമയത്തൊക്കെ പ്രായമായവർക്കും മക്കൾക്കായാലും വലിയവർക്കായാലൊക്കെ നൂല് കൊടുക്കുക എന്നുള്ളത് ഒരു റിസ്ക് തന്നെയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഏതൊരാൾക്കും കോർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലാവരും ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സൂചിയിൽ നൂല് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏത് ബോട്ടിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊരു വശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് ചകിരിയുടെ തൊണ്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ഈ അടർത്തി മാറ്റിയിട്ടുള്ള നാരാണ്. ഇതിൽ നിന്ന് ഞാൻ ഒറ്റ നാര് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ നാര് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ചകിരിയുടെ തൊണ്ട് ചെറിയ ചെറിയ ഇതുണ്ടല്ലോ അതെല്ലാം കൈവച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അടർന്ന് നിൽക്കുന്ന നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കട്ടിയില്ലാത്ത ഭാഗമാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഈ ഒരു നാരിൻ്റെ അടിവശം നന്നായിട്ട് തന്നെ കട്ടിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വശമല്ല മടക്കിയിട്ടുള്ളത്, അതിൻ്റെ അറ്റത്തെ സൈഡ് ഉണ്ടല്ലോ കനം കുറഞ്ഞ ഭാഗം, അതാണ് മടക്കിയിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ബാലൻസുള്ള ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയും നീളത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് സെൻറ്ററായിട്ടൊന്ന് മടക്കിയാലും നമുക്ക് ഇത്ര ലെങ്ത്ത് കിട്ടും. ഇത് തന്നെ ധാരാളം മതി. ഇനി ആ ഒരു ബോട്ടിലിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചകിരിയുടെ തൊണ്ടുണ്ടല്ലോ അതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക. നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ള ആ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു ബോട്ടിൻ്റെ ലിഡ് നന്നായിട്ട് ഞാൻ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത ശേഷം ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കിട്ടുക. നമ്മൾ ലിഡ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചകിരിയുടെ നാരുണ്ടല്ലോ അത് താഴേക്കാണ് നിൽക്കുക. ജസ്റ്റ് നമ്മൾ ആ ഒരു തൊണ്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നൂല് കൊടുക്കാനുള്ള ഫസ്റ്റ് ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ആ തൊണ്ടിനുള്ളിലൂടെ സൂചി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. സൂചി കൊടുത്തതിന് ശേഷം ഞാനിത് ആ തൊണ്ടിൽ പിടിച്ചിട്ട് സൂചി ആ ബോട്ടിലിൻ്റെ ഏറ്റവും സൈഡിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കോർത്തെടുക്കാൻ പറ്റും. സൂചി അങ്ങോട്ട് നീക്കി കൊടുത്തതിന് ശേഷം അതാ കൈ വെച്ചിട്ട് ഈ ഒരു ഇതൊന്ന് അകത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മളിതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചകിരി തൊണ്ട് നല്ലപോലെ വിടർന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നൂല് കോർത്തെടുക്കാനും പറ്റും. ഇതുപോലെ ചെയ്തതിന് ശേഷം ഏത് നൂലാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ആ ഒരു തൊണ്ടിനുള്ളിലൂടെ കുറച്ച് നീളത്തിലൊന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു നീളത്തിലാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കോർത്തതിന് ശേഷം ആ ഒരു സൂചി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങോട്ടൊന്ന് നീക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത്ര പെട്ടെന്നാണ് ഞാൻ നൂല് കോർത്തെടുത്തത് നോക്കി. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു നൂല് കൈൻ്റെ ഉള്ളനടിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചി ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സൂചിക്കുള്ളിലേക്ക് നൂല് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് ആ ഒരു നൂലൊന്ന് ഇതുപോലെ വലിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് സൂചിയിൽ പെട്ടെന്ന് തന്നെ നൂല് കോർത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പേനയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ മഷി കഴിഞ്ഞ പേനയ്ക്ക് ഉണ്ടാവും. നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. നല്ല ഇതുപോലെയുള്ള പേനയ്ക്ക് വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അതിലൊരു ഉപയോഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കഴിച്ച് മാറ്റാൻ പറ്റുന്ന പേനയായിരിക്കണേ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വയറുണ്ടല്ലോ അതിൽ നിന്ന് ഉള്ളിലുള്ള ചെറിയൊരു കമ്പിയാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ പൊസിഷന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഈ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് പോർഷനുള്ളിലൂടെ പുറത്തേക്ക് കുറച്ച് ഭാഗം തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ലെക്സി പോലെയുള്ള പേനയ്ക്ക് ആണെങ്കിൽ ഇത്ര ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇത്ര ഉള്ളത് കൊണ്ടാണ് ഇത്ര ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു
ആ കമ്പിയുടെ 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ടൈറ്റ് ആക്കി എടുക്കുന്ന പോലെ ടൈറ്റ് ആക്കാൻ പറ്റില്ലെങ്കിലും ഊരി പോവാത്ത രീതിയിൽ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ സൂചി ഈ ഒരു കമ്പിയുടെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഞാനിതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്കിത് കോർത്തെടുക്കാൻ പറ്റൂട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ആ ഒരു വശം നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് അതിനുള്ളിലൂടെ സൂചി കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ സൂചി ആ ഒരു പെണ്ണിൻ്റെ അങ്ങേ സൈഡിലേക്ക് ഞാൻ നീക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കമ്പി ഉണ്ടല്ലോ അത് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ, ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഹോൾസിനുള്ളിലൂടെ നൂല് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു കമ്പിയുടെ ഹോളിനുള്ളിലൂടെ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. കോർത്തെടുത്ത ശേഷം സൂചി ഇതുപോലെ ഒന്ന് ഫ്രണ്ടിലോട്ട് നീക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനി ഒഴിവാക്കിയിട്ടുള്ള പേനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസുലേഷൻ ടാപ്പാണ്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചകിരിയുടെ ഒരു നാരാണ് കേട്ടോ, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് അത് ഇൻസുലേഷനൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. വളരെ സിമ്പിളാണ്. ഇൻസുലേഷനിൽ നമ്മൾ ഒട്ടിച്ച ഒരു ഭാഗത്ത് ഒരു വിരൽ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സൂചി കോർത്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു കമ്പി മെറ്റലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. കോർത്തെടുത്തതിന് ശേഷം ഇതാ വിരൽ വെച്ചിട്ട് ആ ഒരു കമ്പി ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഇനി ഈ ഒരു ഹോളിനുള്ളിലൂടെയാണ് നമ്മൾ നൂല് കോർത്തെടുക്കേണ്ടത്. ഇത്രയും ഹോളായതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാം. അപ്പം ഞാനിതാ കണ്ടോ, ഇതിലൂടെ നേരത്തെ നമ്മൾ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം സൂചി ഫ്രണ്ടിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി സമയമോ അതല്ലെങ്കിൽ ഒരുപാട് സമയം അതിനായിട്ട് റിസ്ക് എടുക്കുക ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് കോർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സ് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള ഒരു പേപ്പർ പീസ് ഉണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്കും നൂല് സിമ്പിളായിട്ട് കോർത്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു പേപ്പർ ഇതുപോലെ സെൻറ്റർ വശം ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മടക്കിൻ്റെ ഉള്ളിലൂടെ നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശത്തേക്ക് നല്ല പോലെ ഷാർപ്പായിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടു ഞാൻ വെട്ടിയെടുത്തിട്ടുള്ള ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ നല്ല പോലെ എഡ്ജ് ഷാർപ്പായിട്ട് തന്നെയാണുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ സെൻറ്റർ വശത്തേക്കായിട്ട് നൂലൊന്ന് കടത്തി വിടാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നൂല് ജസ്റ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുകയൊന്നും വേണ്ട, ഒപ്പായാൽ മതി കേട്ടോ. ഒരു പേപ്പർ പീസിൻ്റെ ഒപ്പായാൽ മതി. ഞാൻ കുറച്ച് വശം ഒന്ന് ഇതുപോലെ പുറത്തേക്ക് ഒന്ന് തള്ളി വിട്ടതിന് ശേഷം കത്രിക വെച്ചിട്ട് ആ നൂലിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു പേപ്പർ പീസിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ സൂചിയുടെ ഹോൾസിനുള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് തന്നെ നമുക്കതിൽ നൂല് കോർത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതും വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പഴകിയിട്ടുള്ള റിമോട്ടാണ്. പുത്തൻ റിമോട്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് സൂചി നൂലും പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ചകിരിയുടെ നാരിൽ നിന്ന് ഇതുപോലെ കനം കുറഞ്ഞിട്ടുള്ള ഒറ്റ നാരായിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുണ്ടാവുമല്ലോ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മാറാലവടിയുടെ ആ ഒരു ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചകിരിയുടെ തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ആ തൊണ്ടിൽ നിന്ന് കനം കുറഞ്ഞൊരു നാര് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയും സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ വശം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം റിമോട്ടിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒന്ന് അയച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ ബാറ്ററി ഇടുന്ന ഭാഗത്തുള്ള ക്യാപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം സൂചി നമ്മൾ ഇതിനുള്ളിലൂടെ കോർത്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ നമുക്ക് വൈഡായിട്ട് കിട്ടും.
അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെയാണ് കേട്ടോ ഞാൻ അടർത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ആ ഹോളിനുള്ളിലൂടെ നൂലൊന്ന് കോർത്തെടുക്കുക. അതിന് ശേഷം എന്താ കണ്ടോ, നമ്മളിതുപോലെ മുന്നോട്ടൊന്ന് സൂചി നീക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നൂല് അതിൽ കോർത്ത് കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ ലിഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ബോട്ടിലുകളൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ ബോട്ടിലോ അതല്ലെങ്കിൽ ക്യാപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ലിഡ് ഇതുപോലെ ഒരു സൈഡ് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെറിയൊരു കമ്പിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ലിഡിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒരു വിരൽ വെച്ചിട്ട് നമ്മൾ അടിയൊന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നൂലൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കോർത്തെടുക്കാം. ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചി ആദ്യം ഒന്ന് കോർത്തെടുക്കണം. എന്നിട്ട് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ഹോളിനുള്ളിലൂടെ നൂലൊന്ന് കോർത്തെടുത്തിട്ട് സൂചി മുന്നോട്ട് നീക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്കതിലേക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഒത്തിരി സമയം കളയാതെ റിസ്ക് എടുക്കാതെയും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് സൂചിയിൽ നൂല് കൊടുക്കാൻ പറ്റുന്ന 6-7 ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാ അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.